വണക്കം. എന്താടാ കൊട്ടേഷൻ പണി വല്ലതാണോ? അല്ലണ്ണ ചുമ്മാ ഇതുവരെ. പോ. തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസിലി. എംപോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസിലി, നിന്നാണ് ഇല്ല സത്യമായിട്ടും. എന്നാ എന്റെ തലേ തൊട്ട് സത്യം ചെയ്യും. അതിനിതാ ചെയ്യാലോ. നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാൾക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈ കൊണ്ട് അത് വേണ്ട സിസിലി, സത്യം മതി സിസിലി. സിസിലി ഇങ്ങോട്ട് വാടാ. വേണ്ട, ഇത് എന്റെ വൈഫാ. ഇത് ഫാമിലി സെന്റിമെന്റ്സ്. അനിയന്മാര് പോക്കോ. ശരിയണ്ണ. വല്ല പണിയുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. വിളിക്കണം. എന്റെ പൊന്നു സിസിലി, എന്തോ വീട്ടിൽ വെച്ച് നീ എന്നെ എന്തോരം അടിക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒരു അക്ഷരം മിണ്ടാറുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ വില കളയരുത് പ്ലീസ്. ഞാനൊരു ഗുണ്ടല്ലടി. വണ്ടി കയറോ. ഞാൻ പിടിച്ചിരിക്കും കേട്ടോ. എടാ നീ ഒന്ന് സമാധാനപ്പെട്. കാളെ പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ. ഇവന്റെ ഭാര്യ സിസിലി ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഓരോരുത്തരും അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഏടോ നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ച പിന്നെ ഞാൻ സഹിക്കും. ഇനി അവൾ എന്നെ പഠിപ്പിക്കാൻ നോക്കിയാ അന്ന് ഞാൻ ചത്തുകളയും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? താൻ ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സ്വന്തം ഭാര്യ യശോദ. ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച ആരാണാവോ? എപ്പോ വരും? ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. മൊബൈലിൽ GPS ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുന്ന ഒരേ വാശി. എന്നെ കിടത്തി ഉറക്കൂല. അവിടെ ഒരുത്തിക്കിപ്പോ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്കിപ്പോ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാം കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ 6 പാക്ക് ആക്കണം. മുണ്ടും ജുബിയൊക്കെ ഊരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയും ഇട്ട് യോയോ പിള്ളേരെ പോലെ 100cc ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെള്ളോടിയോ? ഡാർക്ക് ബീറ്റ്. അനങ്ങായിരിക്കേ. അല്ല മക്കളെ, നിങ്ങളെല്ലാത്തിനൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. പിന്നെ കരിവാരി തലങ്ങും വലങ്ങും തേക്കാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സാവണം. ഇതിപ്പോഴും തുടക്കായിക്കോട്ടെ. ഇത് സക്സസ് ആയാലേ ബാക്കിയുള്ളത് ഇന്നത്തോടെ വസുന്ധരയുടെ കൈയും കാലും മുടിയും. ഞങ്ങളുടെ മുഖത്ത് നമുക്ക് ആക്സിഡന്റ് ഒഴിക്കാം. യശോദന്റെ തലക്കടിക്കാം. അങ്ങനെയാണെങ്കിൽ സിസിലിക്കിട്ട് 2 പഞ്ചും 3 കിക്കും കൊടുക്കാം. അവളെ അമ്മയുടെ ഒരു കരാട്ട ആണുങ്ങളോട് അവളുടെ കളി. എന്റെ പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവളെ അടിക്കാവൂ. എന്റെ അണ്ണ ഇത് വെറും ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അതും വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അത്രയല്ലേ ഉള്ളൂ. പെണ്ണിന്റെയൊക്കെ കൈയും കാലും തല്ലി ഒടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്. യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷി ഇത് ഗീതോപദേശോ? മതി മതി മതി, അവളിങ്ങ് എത്താറായി. എഴുന്നേറ്റ് ഐക്യപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. കാല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം.
എന്താ അതായത് എന്താ പക്ഷേ ഓടാ എന്നെയാണ് തന്നെ തന്നെ എടാ ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഊപ്പാട് വരും പിടിക്ക്. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഓ അതിനെന്താ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ വലത്തെ കൈയല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്തൊരു ഗുണ്ട ഇനി ഇവന്റെ കയ്യും കാലം തല്ലി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനാടാ നീ. എടാ മോനെ, ദാ ഇത് നോക്ക്. ദാ ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. ഇത് എടുത്ത് കൈ. നീ ഈ വലത്തെ കൈയാണ് ഒടിക്കേണ്ടത്. ഇപ്പൊ ക്ലിയർ ആയി. അല്ല തമ്പി, ഇവനിതിപ്പോ കൊളാക്കൂ. നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? ആരാ? SI വേലുത്തം. മനസ്സിലായില്ല. എടോ വക്കീലെ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടൻ കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലും എന്നുള്ളതും ഉറപ്പ്. IPC 302 അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ വകുപ്പ്? അത് ഗുണ്ടാണേമല്ലേ? മിണ്ടാതെ പാടോ. അല്ല, അപ്പൊ നമ്മുടെ സേവിയർ ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. Come on, follow me. എന്റെ ചക്കരേ. ഇത് മുത്തിന്റെ ഇടത് കൈ, ഇത് മുത്തിന്റെ വലത് കൈ. അപ്പോ ഇത് ഇടത് കാല്, ഇത് വലത് കാല്. പിടികിട്ടി. പ്രതിമയുടെ ഇടതും വലതും പിടികിട്ടി. ഇനി വസുന്ധരയുടെ ഇടതും വലതും എങ്ങനെ പിടികിട്ടും? വസുന്ധരയുടെ ഇടത് കൊള്ളാം. എത്തിപ്പോയി. ഇത് വലത് കൈ. അയ്യോ അല്ല, ഇത് ഇടത് കൈ. അപ്പോ നിന്റെ ഫേവറേറ്റ് ആന്റിയുടെ ഹാപ്പി. ഇത് വലത് കാല്. കഴി നോക്കാം. അപ്പൊ ഇത് വലതാണ്. ഇത് ഇടത് കൊണ്ട് കഴിവാണ്. ഇത് വലത്. അയ്യോ അയ്യോ. ഇതെന്തോന്ന് ഭൂമി കുലുക്കും. ഒരാളോടെ ഇത്രയും കുലുങ്ങും. അപ്പോ സെർച്ച്. അയ്യോ സിസിലി. അയ്യോ സിസിലി. അയ്യോ സെർച്ച് അപ്പോ. ആ വരി ഒന്നുകൂടി പാടി. എത്രയായാലും അങ്ങനെയല്ല. എത്രയായാലും അവൻ ഇലപിടിയാത്തൊരു നിധിയല്ലേ, എന്റെ പുണ്യമല്ലേ. തന്റെ ഏമാനുണ്ടാകത്ത് അടിമാലിക്ക് പോയി. ഒരു നോക്ക് കാണുവാനൻ. ആരാണ് നീ? ഞാൻ SI വേലുത്തമ്പി. നീയോ തമ്പിയോ? ജനമൈത്രി നഗറിൽ SI വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളം കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരൻ മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്ക്, എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് മോഹ. നീ അധികം മോഹിക്കല്ലേ.